നല്ല നിലയിൽ നല്ല സന്തോഷത്തോടുകൂടെ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ടെൻഷൻ തന്റെ അടുക്കലേക്ക് കയറി വരുമ്പോ അത് മനസ്സിനെ വല്ലാതെ മാറ്റിമറിച്ചുകൊണ്ട് മോശമായ മരണത്തിലേക്ക് ചെന്നെത്തിക്കുന്ന അവസ്ഥയിലെ ഓരോ മനുഷ്യരും പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വതക്ക എന്ന് പറയുന്ന മഹത്തമായ ഈ കാര്യമുണ്ടല്ലോ, അത്തരം മോശമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുന്നതാണ്. സഹോദരങ്ങളെ, സ്വതക്ക ചെയ്യുന്ന ആളുകളുടെ അടുക്കലേക്ക് മാലാക്കമാർ ഇറങ്ങി വരികയാണ്. 500-ൽ പരം മാലാക്കമാർ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ അടുക്കലേക്ക് കയറി ഇറങ്ങി വരികയാണ്. 250ഓളം മലക്കുകൾ വലതുഭാഗത്തും 250ഓളം മലക്കുകൾ ഇടതുഭാഗത്തും നിൽക്കുകയാണ്. അവന്റെ തള്ളവിരൽ മുതൽ അവന്റെ റൂഹിനെങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ വേദനയാ. എന്തുകൊണ്ട് അവന്റെ തലയിൽ നിന്ന് റൂഹിനെ പിടിക്കാൻ തുടങ്ങാത്തത്? തലയിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്നതെങ്കിൽ അവന്റെ കയ്യും കാലും ഇട്ടടിക്കുന്നതാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്നത് അത് തള്ളവിരൽ മുതലാണ്. ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ ശക്തമായ വേദനയാ. അങ്ങനെ റൂഹിനെ പിടിച്ച് 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 തൊണ്ടക്കുഴി വരെ എത്തിക്കുകയാ. തൊണ്ടക്കുഴി വരെ എത്തിയിട്ടാണ് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. അസ്റായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, എടാ മനുഷ്യ, നിനക്ക് വേദനയുണ്ടോ? നീ ദുഃഖിക്കേണ്ടതില്ല, നീ വിഷമിക്കേണ്ടതില്ല, നീ സന്തോഷിച്ചോ. ഇതാ സ്വർഗം, ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗത്തിലേക്കാണ് നീ പോവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാ. ഉഹുദ് മലയോളം വയറുള്ളത് വരെ പോലെ പോകുന്നവരുണ്ട്, പിന്തുവാരത്തിൽ കൊടികുത്തി പോകുന്നവരുണ്ട്, പാമ്പിനെ പോലെ ഇഴഞ്ഞു പോകുന്നവരുണ്ട്, മുഖം കുത്തി പോകുന്നവരുണ്ട്. അല്ലാ മഹ്ശറാ ലോകത്തേക്ക് ഓരോ വിഭാഗക്കാരും പോകുന്ന രംഗമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പക്ഷേ സ്വതക്ക ചെയ്യുന്ന മനുഷ്യ, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. സ്വതക്ക ചെയ്യുന്ന ഓരോരുത്തരും സന്തോഷിച്ചോ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഖബറിൽ നിന്ന് എല്ലാം കുടഞ്ഞുകൊണ്ട് ഈ കുറ്റിപ്പുളിയുള്ള നമ്മുടെ മഹല്ല് പള്ളിയിൽ നിന്ന്, ആ പള്ളിക്കാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ മറവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എണീക്കുകയാ. എന്നിട്ടതാ പറന്ന് പോവുകയാ. അവർ മഹ്ശറ കാണുന്നില്ല, അവർ ഹിസാബ് കാണുന്നില്ല, നേരെ പറക്കുകയാണ്, സ്വർഗീയ ലോകത്തേക്ക് പറന്നു പോവുകയാണ്. സ്വർഗീയ ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള അവിടെയുള്ള മതിലിൽ പോയിരിക്കുമ്പോൾ റിളുവാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കുന്ന മലക്കാണല്ലോ. ആ റിളുവാൻ അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, നിങ്ങളാരാ? ഹൽ റഅയ്തുമുസ് സിറാത്ത്, നിങ്ങൾ സിറാത്ത് കണ്ടിട്ടുണ്ടോ? ഹൽ റഅയ്തുമുൽ ഹിസാബ്,
നിങ്ങൾ ഹിസാബിനെ നേരിട്ടിട്ടുണ്ടോ? ഹിസാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയതെന്ന് റിദ്വാൻ അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അത്രത്തോളം പ്രതിഫലമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വതക്കയാണ്. നടക്കുന്നതെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, എന്നെ ശൈത്താനെങ്ങാനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ശൈത്താൻ എൻ്റെ അടുക്കലേക്ക് വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് അലി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അങ്ങനെയാണ്. പല സംഭവങ്ങളുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഇതിനോട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അലി റളിയല്ലാഹു അൻഹു എപ്പോഴും ഒരു ഇരുമ്പിന്റെ ഒരു ചക്രം ഇങ്ങനെ കറക്കിപ്പോകുന്ന ഒരു സ്വഭാവം അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ കറക്കിക്കൊണ്ട് ഒരു റോഡ് വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ എതിർവശത്തിലൂടെ അബൂജഹൽ കടന്നു വരിക. കടന്നു വന്നപ്പോ ഈ അബൂജാഹിൽ എന്നൊക്കെ പറയുന്നത് അത്രയും വിവരമില്ലാത്ത ആൾ